ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു സൺഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തൊക്കെ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ദേ കഞ്ഞിയും കൂട്ടുകറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ന് കഞ്ഞിയഞ്ച് ആയതുകൊണ്ട് ഞങ്ങളുടെ ഇവിടേക്ക് കഞ്ഞി വീത്തമുണ്ട്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പോയി കഞ്ഞിയും കൂട്ടുകറിയൊക്കെ മേടിച്ചിട്ട് രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മ മാത്രമേ ഇന്നുള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ്. അമ്മ ഇന്ന് അത് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ചെറുതായിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ മുകളിൽ കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ട്. അത് ഞാൻ പറക്കാൻ പോവാണ്. ഇവിടെ ഫുള്ള് ഉറുമ്പ്. ഈ വീടിൻ്റെ 4 ചുറ്റും മൊത്തം ഉറുമ്പ്. എന്തിനാണെന്ന് അറിയത്തില്ല. എൻ്റെ റൂമാണ് അതിൻ്റെ സൈഡിലുള്ളത്. നമ്മളെ എയർ ഹോളിലൊക്കെ നല്ല സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും തുണി പറക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ തുണിയെല്ലാം ഉണക്കുന്നത്. എനിക്ക് ടെറസിൽ വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മേലിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ 2 സൈഡിലും മാവാണ്. അപ്പം ഈ മാങ്ങ സീസണൊക്കെ ആകുമ്പോൾ ഇതിൽ ഫുള്ള് നല്ല കൊലയായിട്ട് മാങ്ങ പിടിച്ച് കിടക്കുമ്പം ഈ സൈഡിൽ കൂടെ ഞങ്ങൾക്ക് പറിച്ച് പറിക്കാനൊക്കെ പറ്റും. അപ്പം അതൊക്കെ നോക്കി നിൽക്കുകയാണ് ഞാനിപ്പം ഈ കൂരയുടെ സൈഡിൽ നിൽക്കുവാണ്. ഇവിടെ നിന്നാൽ മാങ്ങയൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് പൊടിയൊക്കെ അടിച്ച് കിടക്കുകയാണ്. പൊടിയും വലയും ചവറും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. വൃത്തിയാക്കണം. ഇന്നെന്തായാലും വയ്യ. അല്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കാറൊന്നുമില്ല. അപ്പോൾ തുണി പറക്കാം. അപ്പം ഈ കഴുകിയിട്ടേക്കുന്ന തുണികളെല്ലാം ഞാൻ കല്ലിൽ കഴുകിയിട്ട തുണികളാണ്. കാര്യം ഇതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റത്തില്ല. പിന്നെ കുറേ കളറൊക്കെ ഇളകും. അപ്പം ഓരോന്ന് പ്രത്യേകം കഴുകണം. അപ്പം അതെല്ലാം താഴത്തോട്ട് കൊണ്ടുപോകണം. ഇനി ഇതെല്ലാം മടക്കി വെക്കണം. എനിക്കിനി അലമാര ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. 2 പേർക്കുള്ള ചിക്കൻ കറിയാണ്. അപ്പം എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിക്കാം. 3 സവാള, കുറച്ച് ചിക്കൻ, കുറച്ച് പച്ചമുളക്, ഒരു നാരങ്ങ, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. തക്കാളി ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അമ്മ തക്കാളി ഒന്നുകൂടെ ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഇന്നലെ മലക്കറി കടയിൽ പോയപ്പോൾ തക്കാളി വേണമെന്ന് പറഞ്ഞു, പക്ഷെ ആൾ വെക്കാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മൾ ചതയ്ക്കണം. ഇതിലിട്ട് ഇടിച്ച് ചതയ്ക്കാനായിട്ട് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. എടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് ഞങ്ങൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല, അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അമ്മയുടെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ചിക്കൻ കറി ഒരു നല്ല ബ്രൗണിഷ് കളറാണ്, നല്ല മണം. എനിക്ക് പിന്നെ ഫുഡ് എപ്പോഴും ഇങ്ങനെ സ്മെല്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ശീലമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഉള്ളി വഴറ്റുന്ന മണമൊക്കെ പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് സവാള വാടുന്ന വരെ ഞങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിപൊളി മണം ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ കുറച്ച് ഉപ്പിടുക, അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഇടിച്ച് ചതച്ച് വെച്ച നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, കുറച്ച് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇട്ട് അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടീനെക്കാട്ടിലും കൂടുതലായിരിക്കണം ഇടുന്ന മല്ലിപ്പൊടിയുടെ അളവ്. അങ്ങനെയാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം അമ്മ ഉലുവാപ്പൊടിയും ഇട്ടു, കുറച്ച് ഗരം മസാലയും ഇട്ടു. അപ്പോൾ ഈ 2 പൊടികളുമൊക്കെ ഇട്ടിട്ട് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അമ്മ അവിടെ തകൃതിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അമ്മയുടെ ഒരു ഊഹം വെച്ചിട്ട് അങ്ങ് ഇടും. പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഇത് നാളത്തേക്കും വരുമെന്നാണ് തോന്നുന്നത്. അതിനുശേഷം മല്ലിയില ഇട്ടു, പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവാനാണ്. പിന്നെ അമ്മ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതും ഒഴിച്ച് അമ്മ അടച്ച് വെച്ചു. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനിത് തുറന്നു നോക്കാൻ പോവാണ്. നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇങ്ങനെ പോയി ഇങ്ങനെ സ്മെല്ല് ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയി. ഇപ്പുറത്തെ ഒരു സ്റ്റവിൽ ഫ്രൈഡ് റൈസ് പെട്ടെന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അവസാനം അമ്മയുടെ ചെറിയ എന്തോ ഒരു പൊടിക്കൈ, അമ്മയുടെ എന്തോ പൊടിക്കൈകൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചട്ടിയിൽ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ട് നമ്മുടെ വറ്റൽമുളകും ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അമ്മ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. അതിൽ
കുറച്ച് ഗരം മസാല ഇട്ടു. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. എന്നിട്ട് അത് അവസാനം ചിക്കൻ്റെ നമ്മുടെ ഏറ്റവും ടോപ്പിലായിട്ട് അമ്മ അത് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് 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 ഒന്നും വേണ്ട. സോ നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സലാഡും അച്ചാറും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഓൾറെഡി കഴിച്ചു, ഞാൻ ലേറ്റായി. അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കിയിട്ട് ഞാൻ പോയൊരു ഉറക്കം പാസ്സാക്കി ഉറങ്ങി എഴുന്നേറ്റു. വിഷ്ണു വിളിക്കാനുള്ള സമയവുമായി. അത് കഴിഞ്ഞ് കുളിച്ചിട്ട് നിന്നപ്പോഴേക്കും വല്യമ്മയും മോളും കൂടി വന്നിട്ടുണ്ട്. അവർ നല്ല പായസം കൊണ്ടുവന്നു. അവരുടെ അവിടെയൊക്കെ ഇന്ന് പായസമാണ് വെച്ചത്, കന്നിയഞ്ചായതുകൊണ്ട്. അപ്പോൾ പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ദേ ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. പാലില്ല, കാര്യം നാളെ രാവിലത്തേക്ക് ചായ ഇടാൻ പാലില്ല. അപ്പം ഞങ്ങൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു. എനിക്കാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ച് കഴിക്കാൻ തോന്നിയിട്ട് അതുകൂടെ മേടിക്കാനാണ് വന്നത്. പക്ഷെ അവിടെ ഇല്ലാത്തതുകൊണ്ട് 2 ഐസ്ക്രീം ഞാൻ ആ സാധനം ഒന്ന് നോക്കി. ഞാൻ അമ്മയെ കാറി കയറിയിരുന്ന സാധനം വാങ്ങിയിട്ട് അവരെന്തൊക്കെയോ പറക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഒരു സ്ട്രോങ് ചായ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചായ മസ്റ്റാണ് രാവിലെയും വൈകുന്നേരം. അങ്ങനെ ചായ ഇട്ട് കുടിച്ചു. എനിക്കാണെങ്കിൽ ഇതിൽ പാടെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ പച്ചവെള്ളമായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോഴേക്കും പാടയൊക്കെ വീണൊരു പരുവാകും ചായ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കാണാനുള്ള സമയമായി. ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ രാത്രി ചോറ് കഴിക്കാറില്ല, രാത്രിക്ക് ഞാൻ കാപ്പിയാണ് കുടിക്കാറ്. അപ്പം അമ്മ പെട്ടെന്ന് പോയിട്ട് എൻ്റെ ഫേവറേറ്റ് ഒരു കാപ്പി ഐറ്റമാണ് ഉപ്പുമാവ്. അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പുമാവും ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ പോവുകയാണ് ഞാൻ. വല്യമ്മയൊക്കെ തിരിച്ച് വീട്ടിൽ പോയി. ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല്ലൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഇപ്പം സമയം 12:33 ആയിട്ടുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാണ്. അതിന് തൊട്ട് മുന്നേ 2-3 ദിവസം മുന്നേ ഞാനൊരു കൊളാജൻ മാസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫേസിലിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പം എനിക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഉറങ്ങാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ ഭയങ്കരമായിട്ട് തിരുമും എൻ്റെ കണ്ണിങ്ങനെ. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. അതൊരു കഴിയുമ്പോൾ പോയി കിടന്നുറങ്ങാം. കഴിഞ്ഞ ദിവസം ട്രെൻഡ്സിൽ പോയപ്പോൾ ബില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കൊളാജൻ മാസ്ക് ഇരിക്കുന്ന കണ്ടു. അങ്ങനെ വെറുതെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനും ആവണിയും ആശിഷേട്ടനും ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് എന്ത് സാധനം എടുത്താലും അത് സ്മെല്ല് ചെയ്ത് നോക്കണം. അതെൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തൊക്കെ വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അതിന് തൊട്ട് മുന്നേ കുക്കുംബർ എനിക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കണ്ണിൽ വെക്കണം, അല്ലെങ്കിൽ സീനാവും. കണ്ണ് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തപ്പോൾ അമ്മയ്ക്കും വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ സൺഡേ ഇൻ മൈ ലൈഫ് ഇതോടുകൂടി ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.